സെപ്റ്റംബർ 30. സഭാമക്കളിൽ മഹാരഥന്മാർ എന്ന് വിളിക്കപ്പെടാവുന്ന ചുരുക്കം ചിലരിൽ ഒരാളും വേദപാരംഗത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടുള്ള വിശുദ്ധ ജെറോമിന്റെ തിരുനാളാണ് സഭ ഇന്ന് ആഘോഷിക്കുന്നത്. വിശുദ്ധ ജെറോം യൂഗോസ്ലാവിയയിൽ 345 ആണ്ടിലാണ് ജനിച്ചത്. പേഗൻ ചിന്തകളുടെ മലീമസമായ അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന ജെറോം സ്വാഭാവികമായിട്ട് പല ദുശീലങ്ങൾക്കും വിധേയനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ചെറുപ്പത്തിൽ എന്ന് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. എങ്കിലും കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം പ്രകടിപ്പിക്കാനിടവന്ന ബുദ്ധിശക്തിയിലും വിജ്ഞാന ത്വരയിലും അറിയാനുള്ള ആഗ്രഹത്തിലും ഏവരെയും വിസ്മയിപ്പിക്കത്തക്ക വിധത്തിലുള്ള ചില ശൈലികൾ അദ്ദേഹത്തിൽ കണ്ടെത്താനിടവന്നു. കൂടുതൽ അറിയുക, കൂടുതൽ പഠിക്കുക എന്ന അടിസ്ഥാനത്തിൽ അദ്ദേഹം റോമിലേക്ക് ഉന്നത പഠനത്തിന് വേണ്ടി പോവുകയാണ്. റോമയിലുള്ള അദ്ദേഹത്തിന്റെ പഠന പ്രക്രിയയുടെ കാലഘട്ടത്തിൽ ക്രിസ്തു സഭയെ സംബന്ധിച്ച് കൂടുതൽ അറിയുന്നതിനും ക്രിസ്തുവിന്റെ ദർശനങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും അവസരം ലഭിച്ചു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ വ്യതിയാനം വരുത്തി. ക്രൈസ്തവ ചിന്തയോട് കൂടുതൽ ആഭിമുഖ്യം അദ്ദേഹത്തിൽ ഉണ്ടായി വന്നു. അങ്ങനെ 32-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു പുരോഹിതനായിട്ട് റോമിൽ അഭിഷേകം ചെയ്യപ്പെടുകയാണ്. പുരോഹിതനായിട്ടുള്ള ജെറോം ക്രിസ്തു മതത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനും ക്രിസ്തു ആകുന്ന വ്യക്തിയെ കൂടുതൽ പഠിക്കുന്നതിനും ക്രിസ്തുവിന്റെ ദർശനങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളുന്നതിനും ആയി ക്രിസ്തു ജനിച്ചു വളർന്ന് പ്രവർത്തിച്ച ആ നാട്ടിലേക്ക് സന്ദർശനത്തിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ വിശുദ്ധ നാട്ടിൽ അദ്ദേഹം ദീർഘനാൾ ചെലവഴിക്കുന്നു. അദ്ദേഹത്തിന്റെ വിശുദ്ധ നാട്ടിലുള്ള വാസം യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങളെ കൂടുതൽ ആഴത്തിൽ ഉൾക്കൊള്ളാനും അങ്ങനെയുള്ള അറിവ് ഒരു അനുഭവമായിട്ട് അദ്ദേഹത്തിനെ രൂപപ്പെടുത്താനും ഇടവരുത്തി എന്നുള്ളതാണ് സത്യം. ദൈവവചനത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിന് അദ്ദേഹത്തിന്റെ അവിടുത്തെ താമസം അദ്ദേഹം ഉപകരിപ്പിച്ചു. അങ്ങനെ ദൈവവചനം വ്യാഖ്യാനിക്കുന്നതിനു വേണ്ടി ഹീബ്രു, അറമായിക് ഭാഷകളിലെ ഉള്ള വ്യുൽപ്പത്തി അദ്ദേഹം സമ്പാദിക്കുകയും ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ ദൈവവചനം പരിഭാഷപ്പെടുത്താനുള്ള പരിശ്രമം അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഹീബ്രു മൂലത്തിൽ നിന്നും അറമായിക് മൂലത്തിൽ നിന്നും പരിഭാഷപ്പെടുത്തി പിന്നീട് വളരെ ജനകീയമായി തീർന്ന വോൾഗാത്ത എന്ന ലത്തീൻ പ്രതി വിശുദ്ധ ഗ്രന്ഥത്തിനുണ്ടാകുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു സംഭാവനയായിരുന്നു. ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അന്നത്തെ മാർപ്പാപ്പ ഡമാസസ് റോമിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുകയും മാർപ്പാപ്പയുടെ പേഴ്സണൽ സെക്രട്ടറി എന്ന രീതിയിൽ അദ്ദേഹത്തെ റോമിൽ നിയോഗിക്കുകയും ചെയ്യുന്നു. ഔപചാരികമായിട്ടുള്ള എഴുത്തുകുത്തുകൾ നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെയാണ് മാർപ്പാപ്പ പരമേൽപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബുദ്ധികൂർമ്മതയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അത് പ്രകാശിപ്പിക്കുന്നതിനുമുള്ള ചാതുര്യം കണ്ടറിഞ്ഞാണ് കത്തോലിക്ക സഭയുടെ പരമാധികാരിയായിട്ടുള്ള മാർപ്പാപ്പ അങ്ങനെ അദ്ദേഹത്തെ നിയമിക്കുന്നത്. ആ അവസരത്തിൽ പല ലേഖനങ്ങളും അദ്ദേഹം പലർക്കുമായിട്ട് എഴുതാൻ ഇടവന്നിട്ടുണ്ട്. അതൊക്കെ പിന്നീട് സഭയുടെ ഈടുറ്റ പ്രബോധനങ്ങളായിട്ട് തീരാനാണ് ഇടവന്നത്. ജെറോമിന് ശേഷം സഭ കണ്ടിട്ടുള്ള മഹാരഥന്മാരിൽ ഒരാളായ വിശുദ്ധ അഗസ്റ്റിൻ ജെറോമിനെ പറ്റി പറയുന്നത്, ജെറോമിനെ അറിഞ്ഞുകൂടാത്ത ഒരു വിഷയവും ഉണ്ടായിട്ടില്ല എന്ന രീതിയിലാണ് പ്രഗത്ഭനായിട്ടുള്ള അതിബുദ്ധിമാനായിട്ടുള്ള വിശുദ്ധ അഗസ്റ്റിൻ ജെറോമിനെ വിശേഷിപ്പിക്കുന്നത്. ഹി വാസ് ലിറ്ററലി എ വാക്കിംഗ് എൻസൈക്ലോപീഡിയ എന്ന് തന്നെ പറയാം. ഏത് വിഷയങ്ങളെ സംബന്ധിച്ചും അവസാന വാക്ക് ജെറോമിന്റേതാണ് എന്ന രീതിയിലാണ് അന്നത്തെ സമൂഹം ജെറോമിന്റെ ചിന്തകളെ, വാക്കുകളെ, പഠനങ്ങളെ വിശേഷിപ്പിച്ചിരുന്നത്. ഈ പഠനങ്ങള് കൂടുതൽ സജീവമാക്കാൻ വിശുദ്ധ ഗ്രിഗറി നാസിയാൻസിന്റെ ശിക്ഷണവും ജെറോമിനെ വളരെ ഉപകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ജെറോം
കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നതിനും കൂടുതൽ ദൈവവചനപരമായിട്ടുള്ള സംഭാവനകൾ സഭയ്ക്കായിട്ട് നൽകുന്നതിനും അദ്ദേഹം ശ്രമിച്ചു. ജീവിതത്തിന്റെ സായാഹ്നം ആയപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള വിളി അനുസരിച്ച് യേശുക്രിസ്തു തന്നെ ജനിക്കാനിടവന്ന ആ ബെത്ലഹേമിലെ ഗുഹ കണ്ടെത്തി ആ ഗുഹയിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ കഴിക്കാനിടവന്നത് എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന് മുൻപ് സൂചിപ്പിച്ച മാതിരി ഒരുപാട് ദുശീലങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു മുൻകോപക്കാരനായിരുന്നു ജെറോം. ശരീരത്തിൻ്റെതായിട്ടുള്ള ചില ആശാപാശങ്ങളൊക്കെ ജെറോമിനെ അലട്ടിയിരുന്നു. ഈ കോപപ്രകൃതിയിൽ നിന്നും ശരീരത്തിൻ്റെതായിട്ടുള്ള ചില ആശാപാശങ്ങള് ദുശീലങ്ങളിൽ നിന്നുമൊക്കെ വിടുതി പ്രാപിക്കുന്നതിന് വേണ്ടി ജെറോം ജീവിതത്തിന്റെ അവസാന ഘട്ടം നിഷ്ഠയോടുകൂടെ തപസ്സനുഷ്ഠിക്കാനിട വന്നു എന്നാണ് നാം ജീവിതത്തിൽ കാണുന്നത്. അതുകൊണ്ട് ജെറോമിന്റെ ചിത്രങ്ങളോ പ്രതിമകളോ എപ്പോഴും കയ്യിൽ ഒരു കല്ല് എടുത്തുകൊണ്ട് നെഞ്ചത്ത് ഇടിക്കുന്ന രീതിയിലാണ് ആവിഷ്കൃതമാകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഷ്ഠിക്കാനിട വന്നിട്ടുള്ള തപസ്സിന്റെ പ്രായശ്ചിത്തത്തിന്റെ ചിത്രീകരണം എന്ന രീതിയിലായിരിക്കണം ഈ രീതിയിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കപ്പെടാൻ ഇടവരുന്നത്. അങ്ങനെ സ്വയം ശിക്ഷണം നൽകി സ്വയം രൂപീകരണം നൽകിയ അതുല്യമായിട്ടുള്ളൊരു പ്രതിഭ എന്ന രീതിയിലാണ് പുറം ലോകം പോലും ജെറോമിനെ ഇന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ആ ഗുഹയിൽ കിടന്നുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് 75-ാമത്തെ വയസ്സിൽ. ക്രിസ്തുവർഷം 420 ആണ്ടിലാണ് അദ്ദേഹം ഈ ലോകവാസം വെടിഞ്ഞത്. 3/4 നൂറ്റാണ്ട് കാലം ജീവിച്ച് നൂറ്റാണ്ടുകളുടെ സംഭാവനകൾ സഭയ്ക്കും സമൂഹത്തിനും കൊടുക്കാനിടവന്ന അതുല്യമായിട്ടുള്ളൊരു പ്രതിഭയാണ് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ജെറോം എന്ന് നാം വിസ്മരിക്കരുത്.